ലിബി എല്ലാ ദിവസവും സ്കൂളിൽ ചോറ് കൊണ്ടുപോകുന്നതായിരുന്നു, പക്ഷെ ഇന്ന് കൊണ്ടുപോയില്ല. കാരണം ഇന്ന് നമ്മൾ ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ലിബിക്ക് അത് ഉണ്ടാക്കിയിട്ട് ഉച്ചയാകുമ്പോൾ ചോറ് കൊണ്ടൊക്കെ കൊടുക്കണം സ്കൂളിൽ. ജസ്റ്റിന് ഞാനായിട്ട് മീൻ മേടിക്കാനായിട്ട് പോവുക. പിന്നെ ലിബിയുടെ ഇന്ന് ഉടുപ്പ് വരുന്നുണ്ട്. നമുക്ക് പോവാം ജസ്റ്റിൻ കട ഏരിയമ്മ. ഞങ്ങൾ വരുമ്പോൾ പൊളിച്ച് തീരുമോ? ട്രെയിൻ വരാൻ വേണ്ടിയിട്ട് ക്രോസ് അടച്ചിട്ടിരിക്കുക. ഞാനും ജസ്റ്റിൻ ട്രെയിൻ പോകാൻ വേണ്ടി വെയിറ്റിങ്. ട്രെയിൻ പോയി, ഇപ്പോൾ തുറക്കും. അതെ, അപ്പോൾ നമുക്ക് പോകാം കടയിൽ. ഞങ്ങൾ വന്നു. ഇത് കണ്ടോ? മേരിയ പൊളിച്ച കണ്ടോ? നമ്മൾ വന്നപ്പോൾ തീർന്നു. നേരെ വാങ്ങിച്ചു. പിന്നെ 1/2 കിലോ. ലിബിയുടെ ഡ്രസ്സും വന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പെൻഡിങ് ഉണ്ട്. ലിബിക്ക് ചോറ് ഉണ്ടാക്കി കൊടുക്കണം. ജസ്ലിന് ഊഞ്ഞാലാട്ടണമെന്ന് പറഞ്ഞിട്ട് ഊഞ്ഞാല ഇപ്പോൾ നിർത്തിയിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ലിബിക്ക് അതുകൊണ്ട് കൊടുക്കണം ഫുഡ്. സാധാരണ ഭയങ്കര ചൂടുണ്ടാകുന്നതാണ്, പക്ഷെ ഇപ്പം ഇന്ന് വലിയ ചൂടൊന്നുമില്ല. ഇന്ന് നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. പിന്നെന്താ പറയുക, വെയിലില്ല. ഒരാൾ തൂക്കുക അവിടെ. അത് ലിബിക്കുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് കൊടുക്കാം. ലിബിയുടെ സ്കൂളിലെത്തി. ലിബിനെ വിളിച്ചു നോക്കട്ടെ. എടുക്കുമെന്ന് അറിയത്തില്ല, ചിലപ്പോ ക്ലാസ്സിലായിരിക്കും ആള്. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ഉത്തരം നൽകുന്നില്ല. ഹലോ, പുറത്തോട്ട് പോയോ? ഓക്കെ. ഓക്കെ, ലിബി പുറത്തോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഭയങ്കര ചൂട്. ഡ്രസ്സ് വന്ന്, തുണി വന്നു. തുറന്നൊന്നും നോക്കില്ല, നീ വന്നിട്ട് തുറക്കാന്നും പറഞ്ഞ്. സുന്ദരിയല്ലേ ലിമോൾ? ആരോ? നീ ക്ലാസ്സിലായിരുന്നോ? അല്ല, എനിക്ക് ഫ്രീ ആയതുകൊണ്ട് വന്നത്. അല്ലെങ്കിൽ പുറത്ത് ഞാൻ കിട്ടത്തോട് കാഞ്ചിമാരെ കൊടുത്താൽ മതി. ജസ്റ്റിന് അവിടെ ഒന്നും കഴിച്ചില്ലായിരുന്നു. ഇപ്പൊ ഉണ്ട കൊടുക്കുന്നുണ്ട് മേരിയ. കരഞ്ഞൊന്നുമില്ല. അപ്പൊ കഥ പറയട്ടെ. നീ കഥ പറഞ്ഞു. അപ്പോഴില്ലേ ഇങ്ങനെ ഇങ്ങനെ ഇല തത്ത ഇങ്ങനെ കടിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ 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 ഇല താഴെ വീണിട്ട് ഇല ഇവിടെ കുളത്തിൽ വീഴുക. കുളത്തിൽ വീഴുമ്പോ ഇല്ലേ ഉറുമ്പ് ഇങ്ങനെ ഇങ്ങനെ കയറും. വട്ടം വരച്ചു കൊടുക്കുമ്പോ ജസ്ലിൻ ചെവിയൊക്കെ വരക്കുവേ. വട്ടം കണ്ണും മൂക്ക് ചെവി വരച്ചേ കുഞ്ഞി. കണ്ണ് ഇങ്ങനെയാ. മൂക്ക്, ചെവി. സൂപ്പർ. മുടി. മുടി മുടി. ഇത് നോക്കിയേ എല്ലാരും, ഇത് നോക്കിയേ. സൂപ്പർ. രാക്ഷസൻ ആരാ വരച്ചേ? രാക്ഷസന് വരച്ചതാണോ? സൂപ്പർ. ഹായ്, സൂപ്പർ. മുടി എവിടെ? മുടിയില്ലല്ലോ കുഞ്ഞെ.
ആ സൂപ്പർ. ആ മിടുക്കി. മരം വരക്കാമോ? ജസ്ലിൻ ഇവിടെ വരക്കുവാണ് കണ്ടോ. ആ ഇത് സൂപ്പർ. ഇത് ഞാൻ വരച്ചു കൊടുത്തു, ബാക്കിയെല്ലാം ജസ്ലിൻ ചെയ്തു. ഓൺലൈനിൽ സാധനങ്ങളാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കൂടുതൽ സാധനം കഴിക്കുന്നത്. ഇതുവരെ ഒരു സാധനം ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. നല്ല സൂപ്പർ പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ തുണിയുടെ കാര്യം ഇനിയിപ്പോൾ ലിബി സൈസൊക്കെ നോക്കിയിട്ട് അറിയാൻ പറ്റും നല്ലതാണോ എന്താണെന്നുള്ളത്. ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്, അത് ഫിറ്റായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ പർച്ചേസാണ് തുണി. ഉറങ്ങുക എണീറ്റില്ല. ഞാനൊന്ന് പറയായിരുന്നു വീഡിയോയിൽ, നമ്മളിതുവരെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചൊന്നും ചതിച്ചിട്ടില്ലെന്ന്, ഇതും ചതിക്കത്തില്ലെന്ന് വിശ്വസിക്കുക അല്ലേ. ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് നല്ലതാണ്. നമ്മളെ ചതിച്ചില്ല.